ദിവസം ഒരു പത്രക്കട്ടിംഗ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തന്നെ പ്രചരിച്ചിരുന്നു. എന്തായിരുന്നു ഇതിന് പിന്നിലെ കാരണം എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. യഥാർത്ഥ പ്രണയം, ട്രൂ ലവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ ആരെയും ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് പറയാനും തോന്നുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നത്. പ്രതിഷ്ഠിത വരന് മരണം സംഭവിച്ചു. ഇതിന് പിന്നാലെ അച്ഛനും വീട്ടിലുള്ളവരും ആ മരണത്തിന് പങ്കെടുക്കാൻ പോയ ആ ഒരു സമയത്ത് വേദന താങ്ങാനാകാതെ പ്രതിഷ്ഠിത വധു ആത്മഹത്യ ചെയ്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. അങ്ങനെ വിവാഹവേദിയേക്ക് അടുക്കുന്ന സമയം, വളരെ പെട്ടെന്നുണ്ടായിരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ മരിക്കുന്ന വാർത്ത വളരെയധികം വേദനിപ്പിച്ചു. പിന്നാലെ പ്രതിഷ്ഠിത വധുവിൻ്റെ മരണവും കേൾക്കാനായി. പ്രതിഷ്ഠിത വരൻ്റെ അപകട മരണത്തിന് മനം നൊന്ത് യുവതി ജീവനൊടുക്കി. ഇഞ്ചിവിള റെയിൽവേ സ്റ്റേഷന് സമീപം നടുത്തോട്ടം കൊല്ലംവിള വീട്ടിൽ ഫസീലി റീന ദമ്പതികളുടെ മകൾ ആതിരയാണ് 26 വയസ്സുള്ള ഈ പെൺകുട്ടി മരിച്ചത്. ആതിരയുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി ഹരീഷ് വെള്ളിയാഴ്ച പടന്താലം മൂട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചു. ഹരീഷിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പിതാവും സഹോദരനും ഞായറാഴ്ച ആലപ്പുഴയിലേക്ക് പോയിരുന്നു. ഇതിനു പിന്നാലെയാണ് ആതിര മുറിയിൽ കയറി വാതിലടച്ച ശേഷം തന്നെ ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഏറെ നേരമായിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും വാതിൽ തകർത്ത് ഉള്ളിൽ കയറി ആതിരയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയോടെ മരിക്കുകയും ചെയ്തു. സംസ്കാരം ഇന്നലെ രാവിലെ കഴിഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന വാർത്തയും വന്നിരുന്നു. വീടിനോട് ചേർന്ന് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു ആതിര. കളയിക്കാവിളയിലെ ജ്വല്ലറി ജീവനക്കാരനായിരുന്നു ഹരീഷ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു ഹരീഷിന് അപകടമുണ്ടായത്. ഇരുവരും തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദവും പ്രണയവും ഒക്കെയായിരുന്നു. പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും അതുപോലെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതെന്ന് കൂടി പറയണം. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്ത കാണുമ്പോൾ വളരെ ദുഃഖമാണ് തോന്നുന്നത്. യഥാർത്ഥ പ്രണയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അവസാനം ദൈവവും അങ്ങനെ ഒരു വിധി വിധിച്ചപ്പോൾ ഒട്ടും താങ്ങാനാവാതെ ആതിര പോയത്. പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായും ഇത് മാറുകയും ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് തന്നെ പറയുന്നുണ്ട്.